ഇന്നൊരു ചക്ക സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ കൂഞ്ഞലില്ലേ അതൊന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുക. പരിപ്പ് തക്കാളിയും കൂടെ വേവിക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് തക്കാളി സവോള അരിഞ്ഞിടുക. ചക്ക ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിടണം കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഇടുക. സവോളയും ഉരുളക്കിഴങ്ങ് തക്കാളി ഇതൊക്കെ ഇട്ട് പിന്നെ ചക്ക ഇടുക. അതിൻ്റെ കൂടെ അരിഞ്ഞ ചക്കയില്ലേ അതും കൂടി എടുത്തിടുക. ഇച്ചിരി ഉപ്പിടുക. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിനാക്കി കുക്കറിൽ വെച്ച് ഒറ്റ വിസിൽ മതി കേട്ടോ. പിന്നെ ഞാൻ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം മുളകും മല്ലിയും കൂടെ വറുത്തു. അതിനുശേഷം തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, കുഞ്ഞുള്ളി വേണം. ഒരു നുള്ള് ജീരകം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ തേങ്ങ ശരിക്ക് വറുത്തായതിന് ശേഷം ഇച്ചിരി സാമ്പാർ പൊടി ഇടുക. കായം ആണ് ഇടുന്നതെങ്കിൽ ഇതിൻ്റെ കൂടെ ആദ്യം തന്നെ ഇട്ടോ. പൊടിയാണെങ്കിൽ പിന്നീട് ഇട്ടാലും മതി. എപ്പോൾ വേണമെങ്കിലും ഇടാം, കുഴപ്പമില്ല. കറിയിലാണെങ്കിൽ ഇടാം. ഇതിൻ്റെ കൂടെ ഇതേപോലെ ആയിട്ടാകുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നല്ലോണം അരച്ചതിന് ശേഷം ഇതേപോലെ വെന്തിട്ടുണ്ടാകും സാധനങ്ങൾ. ഒറ്റ വിസിലടിക്കുമ്പോൾ തന്നെ ഇത്രയും വെന്തിട്ടുണ്ടാകും. പിന്നെ തേങ്ങ അരച്ച് അതിനകത്ത് ഒഴിക്കുക. പിന്നെ പുളി വേണം. തേങ്ങ ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങയും മല്ലിയും മുളകും എല്ലാം കൂടെ അരച്ചതാണിത് കേട്ടോ. ഇതെല്ലാം കൂടെ അരച്ച് ഇതിനകത്ത് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പുളി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പ് പാകത്തിന് നോക്കി ഇട്ടതിന് ശേഷം ഇതേണ്ട കറിവേപ്പില, ഇത് പിന്നെ മല്ലിയിലയെ ഞാൻ വെറുതെ തലേന്ന് കൊണ്ടുവന്നത്. എനിക്കിങ്ങനെ വെറുതെ ഇതിനകത്ത് ഇങ്ങനെ ബോട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ടാൽ ഇതേപോലെ നിൽക്കും വാടാണ്ട്. എൻ്റെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. മല്ലിയില, കായപ്പൊടി ഈ സമയത്ത് ഇട്ടാലും മതി കേട്ടോ. പിന്നെ നല്ലോണം തിളച്ചൊന്ന് വറ്റിയതിന് ശേഷം ഒരു വറുത്തിടൽ. സാമ്പാർ റെഡി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ ഇച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഞാൻ ഒരുപാട് ഇതായിട്ടൊന്നും എടുത്ത് പറഞ്ഞില്ല.